അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് അങ്ങോട്ട് കിടക്കാം അല്ലേ. അവൾ ഡെയിലി വീഡിയോ ഇടുന്നതാണ്. ഇന്നലെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ. എനിക്ക് തീരെ വയ്യായിരുന്നു. ഒരു എന്താ അറിയില്ല, രാവിലെ വീഡിയോ എടുക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഇന്ന് രാവിലെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ പിന്നെ കുറച്ചൊരു ഉച്ചയൊക്കെ ആകുമ്പോൾ ഉച്ചന്നാവണ്ട കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീഡിയോ കുറേ എടുക്കാതെ എന്തൊക്കെ ഒരു എനിക്ക് തീരെ ഒരു തലവേദന അങ്ങനെ തുടങ്ങുന്ന ഒരു സുഖമില്ലായ്മ ഉണ്ടായിരുന്നു. പിന്നെ ഒക്കെ കൂടെ ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ മിനിയാന്ന് എടുത്തു. മിനിയാന്നത്തത് ഞാൻ ഇന്നലെ ഇടേണ്ടത്. അപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആരും ചോദിച്ചില്ല കേട്ടോ, എന്താ വീഡിയോ ഒന്നും കാണുന്നില്ലല്ലോ എന്നാരും ചോദിച്ചൊന്നുമില്ല. എന്നാലും എനിക്ക് സങ്കടമൊന്നുമില്ല. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനോ വോയിസ് കൊടുക്കാനോ ഒന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇട്ടില്ല. അപ്പോൾ അത് മാത്രമല്ല, കുറച്ചുള്ളൂ കേട്ടോ. ഞാൻ അത് എടുത്ത് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ആകെ ഇത്തിരിയുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നാൽ ഇന്ന് വേണ്ട, നാളത്തെ എടുക്കട്ടെ, അതുകൊണ്ട് രണ്ടും കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഇടാന്ന് കരുതി. അപ്പോൾ ഇന്നലെ അത്രയില്ല. ഇന്നലെ രാവിലെ എണീക്കുമ്പോൾ ഇതേപോലെ തന്നെ എണീക്കുമ്പോൾ എടുത്തു, അങ്ങനെ കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞേക്ക് പിന്നെ എനിക്ക് വയ്യാണ്ട് തലവേദനയൊക്കെ ഇങ്ങനെ വന്ന് പിന്നെ ഉച്ചയ്ക്ക് എടുത്തില്ല വീഡിയോ. അപ്പോൾ എല്ലാം കൂടെ അപ്പോൾ ഞാൻ കരുതി മിനിയാന്നത്തും ഇന്നലത്തും ഒക്കെ കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഇന്ന് അങ്ങോട്ട് ഇടാം. കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇടാമെന്ന് കരുതി. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് അങ്ങോട്ട് കിടക്കാം. അപ്പോൾ അതാ ഞാൻ ഇതും ഇങ്ങോട്ട് പുറപ്പെടുന്ന സമയത്ത് ഈ ഒരു സമയത്താണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ കേട്ടോ. രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി എല്ലാ സംഭവങ്ങളൊക്കെ ഒരുങ്ങി എല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എന്തോ തിരക്കുട്ടി ഉണ്ടാക്കിയതുകൊണ്ട് തിരക്കായതുകൊണ്ട് ഞാൻ ആ സമയത്ത് എന്നാൽ ഇപ്പോൾ വീഡിയോ എടുക്കേണ്ടത് അതിൻ്റെ ഇടയിൽ കൂടെ. കാരണം എല്ലാം കൂടെ ആകുമ്പോൾ നമ്മൾ എല്ലാ പണികളും നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ ഒരു പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു അരമണിക്കൂർ മതി. പക്ഷേ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അത് 1 മണിക്കൂറാവും. അപ്പോൾ ഞാൻ ലേറ്റായിട്ട് എഴുന്നേൽക്കുന്നതുകൊണ്ട് തന്നെ ഇതുമൂന്ന് സ്കൂളിലേക്ക് പറഞ്ഞേക്കാനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വേഗം ഫുഡ് അവൾക്ക് കഴിച്ചിട്ട് പോകണ്ടേ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പിന്നെ ഇന്നപ്പോൾ എടുക്കേണ്ടത് അങ്ങനെ മാറ്റി വെച്ചതായിരുന്നു. പിന്നെ അവൾ ഫുഡൊക്കെ കഴിച്ച് യൂണിഫോമൊക്കെ അയൺ ചെയ്ത് അപ്പോൾ യൂണിഫോമിൻ്റെ പിന്നെ താഴ്ഭാഗത്ത് എന്താ ഒരു ലോഗോ വെക്കാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ സ്കൂളിൽ നിന്ന് ഇങ്ങനെ അങ്ങനെ ഫൈനാണ്, ലോഗോ വെക്കാതെ വന്നാൽ ഫൈൻ ഉണ്ടെന്ന് ചെയ്യുന്നത് അത് വെച്ചോണ്ടാണ്. പിന്നെ പെട്ടെന്ന് അത് സ്റ്റിച്ച് ചെയ്യാൻ പോയി, പിന്നെ അയൺ ചെയ്ത് ഒക്കെ റെഡി ആയി വന്നപ്പോഴേക്കും നല്ല ലേറ്റായി. അങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങളായത് കേട്ടോ. അപ്പോൾ ഞാൻ അപ്പോൾ ഇങ്ങനെ അവൾ സ്കൂൾക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ കുടമൊക്കെ വലിച്ചിട്ട് ചെറുതായിട്ടൊരു മച്ചാറ്റിലുണ്ട്. അപ്പോൾ കുട തുറന്നിട്ട് കിട്ടണില്ല കേട്ടോ. അപ്പോൾ ഉളപ്പച്ച് ഇറങ്ങിപ്പോയി തുറന്ന് കൊടുത്ത് അങ്ങനെ അവൾ സ്കൂൾക്ക് പോവുകയാണ്. അപ്പം എന്താ പറയുക, ഇന്ന് നീനുട്ടിക്ക് ലീവാണ്. അവൾ ഇന്നലെ വന്ന വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ലീവാണ്. അപ്പോൾ അവൾ എഴുന്നേറ്റിട്ടില്ല, എല്ലാവരും എഴുന്നേറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നീനു ഉണ്ടാകുമ്പോൾ ഞങ്ങളൊക്കെ ഇതാ കണ്ടോ ആ സോഫയിൽ അവിടെയും ഇവിടെയൊക്കെ സംസാരിച്ചിരുന്ന് ഒരുപാട് നേരമായിട്ട് ഉറങ്ങാം കേട്ടോ. എല്ലാവരും ഉണ്ടാകുമ്പോൾ പിന്നെ ഉറപ്പാണല്ലോ കുറേ എന്തൊക്കെയോ തള്ളി മറിക്കാനുണ്ടാവും. അപ്പോൾ അങ്ങനെ സംസാരിച്ചിരുന്ന് ഉറങ്ങി 1 മണി 2 മണിയൊക്കെ ആവും. അപ്പോൾ എവിടെയെങ്കിലൊക്കെ കിടക്കും. നീനുണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ ഈ ഹാളിൽ, എനിക്ക് നമ്മളെ വീഡിയോ കാണുന്നവർക്കറിയാം, ഹാളിൽ അങ്ങനെ കിടക്കണത്, എന്താ പറയുക, സോഫയിൽ കിടക്കണം. ഹാളിൽ നിന്നല്ല, സോഫയിൽ കിടക്കണം ഇഷ്ടം. അപ്പം ഓള് വരുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഇരുന്ന് ഓള് ആ സോഫയിലും കിടക്കും, ഞാൻ മറ്റേ സോഫയിലും കിടക്കും. മോള് റൂമിൽ പോയി കിടന്നു, മറ്റേ റൂമിൽ ഓളപ്പച്ചിയും കിടന്നു. അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് കിടന്ന് എഴുന്നേറ്റതാട്ടാം. അപ്പം ഇത് സർഫെക്സിൽ എന്താ വെച്ചാൽ ഞാൻ ലിക്വിഡാണ് സാധാരണ നമ്മുടെ തിരുമ്പാനൊക്കെ എടുക്കാറ്. അപ്പോൾ ഓളത് വെള്ള ഡ്രസ്സാണല്ലോ നീനുൻ്റെ. അപ്പോൾ ഇതുമൂന്നും ഇപ്പോൾ വെള്ള യൂണിഫോമൊക്കെ ആയതുകൊണ്ട് ഞാനിങ്ങനെ വെള്ള മാത്രം അലക്കാനായിട്ട് ഇപ്പോൾ സർഫെക്സിൽ കൊണ്ടുവരിക കേട്ടോ. അവളുടെ എന്ന് സ്ഥിരം വെള്ള ഷർട്ട് ഇടണതുകൊണ്ട് തന്നെ വെള്ള ഷർട്ടൊക്കെ ഇപ്പോൾ ഒരു കളർ മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ സർഫെക്സിലാണോ നല്ലത് എനിക്കറിയില്ല. എന്തായാലും ഞാനൊന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ വെച്ചിട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് ഇന്നത് അടിപൊളിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ പാക്ക് കൊണ്ടുവരാമെന്ന് കരുതി. ഇനി വേറെ എന്തെങ്കിലും ഐഡിയാസ്, വെള്ള ഷർട്ടൊക്കെ പെട്ടെന്ന് നിറം വെക്കാൻ വേണ്ടി വേറെ എന്തെങ്കിലുമൊക്കെ ഐഡിയ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നീനുവിനും ഇതുമൂനും രണ്ടാക്കും ഇപ്പോൾ വെള്ളയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഒന്ന് എനിക്കറിയാത്തതുകൊണ്ടാണ്. നല്ല നിറം വെക്കാൻ പറ്റിയ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ കുറേ നേരമായി. ഇപ്പോൾ 12 മണിയോട് കൂടിയാണ് ഇവർ ഫുഡ് കഴിക്കുന്നത്. മോള് എഴുന്നേറ്റ് വന്ന് പിന്നെയും ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നത്. ഇപ്പോൾ ഒരു 12 മണിക്കൊക്കെ ആയപ്പോഴാട്ടോ ഫുഡ് കഴിക്കാനിരുന്നത്. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പുട്ടും പിന്നെ നമ്മുടെ ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മോളിന് മുട്ട പുഴുങ്ങി വെച്ചു. മുട്ട ഞാൻ കുറച്ചെടുത്താണ് പുഴുങ്ങും. അപ്പോൾ ഓള് മുട്ട പിന്നെ നീനുവിനും ഇതുമൂനൊക്കെ കഴിക്കാമല്ലോ, ഒരു 5-6 അങ്ങോട്ട് പിങ്ങി വെക്കും. അതിൽ നിന്ന് ഓരോരുത്തർ അങ്ങനെ എടുത്ത് കഴിച്ചു. അപ്പം നീനുവിനുള്ളത് അവിടെ ഉണ്ട്. പിന്നെ മോള് മുട്ട കഴിക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചിക്കൻ പൊരിച്ചും കൊടുത്തിട്ടുണ്ട്. ഇന്നലെ നീനു വന്നപ്പോൾ ഉണ്ടാക്കിയ ചിക്കൻ്റെ സ്റ്റൂ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് നല്ല അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ബാക്കിയുള്ളത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് തിളപ്പിച്ച് എടുത്തപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടി. മല്ലിച്ചപ്പും പുതിനയൊക്കെ ഇട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ അതും അതിൽ ഓൽക്ക് വെച്ച് കൊടുത്തു. ചിക്കൻ പൊരിച്ചതും ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ അതിലേക്ക് പപ്പായ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മോളൂന് കൂട്ടിക്കോട്ടെ എന്ന് കരുതി. പിന്നെ കടലക്കറി ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതാ മോള്
ഫുഡ് കഴിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ നീനു വന്നു, ഓളും ഫുഡ് കഴിക്കണത് ഇപ്പോഴാട്ടൊക്കെ എഴുന്നേറ്റ് വന്ന് ഒക്കെ ഒന്ന് സെറ്റായി ഇപ്പോഴാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുന്നത്. ഏതായാലും അതൊക്കെ ഓരോന്നോരോന്നെടുത്ത് കഴിക്കുന്നുണ്ട്. ഞാൻ ഒരു ചായയാണ് കുടിച്ചത്, എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ചായ കുടിച്ചത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഞാനൊരു അവരൊക്കെ എഴുന്നേൽക്കണം, എനിക്ക് ചായ കുടിക്കണമെങ്കിലും അത് ഇരുന്ന് സമാധാനത്തിൽ കുടിക്കണം കേട്ടോ. അത് എന്താ പറയുക, അതിൻ്റെ ടേസ്റ്റൊക്കെ ആസ്വദിച്ച് കുടിക്കണം. അതുകൊണ്ട് തന്നെ ഞാൻ ഇവരൊന്നും ചിലപ്പം നോക്കില്ല. ഞാൻ എൻ്റേതായിട്ടുള്ള സമയത്ത് എനിക്ക് കംഫർട്ട്, അതായത് ഐറൂക്കെ എഴുന്നേൽക്കണ മുന്നേ കുടിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം ഐറൂസിന് ചായ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചെറിയ കുട്ടിയല്ലേ, അങ്ങനെയാണ് കൊടുക്കാൻ വയ്യ, അധികം കൊടുക്കാൻ വയ്യല്ലോ. അപ്പോൾ ഓൻ എഴുന്നേൽക്കുന്നതിന് മുന്നേനായിട്ട് ചായ അങ്ങോട്ട് കുടിക്കും. അപ്പോൾ അതൊക്കെ കുടിച്ചിരുന്നതിന് ശേഷമാണ് ഇവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല, ഇരുന്ന് വന്ന് കഴിക്കില്ല. അങ്ങനെ കഴിച്ചോ എന്ന് പറഞ്ഞ അവസാനം ഇതാ വന്ന് ഇരുന്ന് കഴിച്ചതാണ്. അപ്പോൾ ചിക്കനാണ് മെയിനായിട്ട് അവരൊക്കെ കഴിക്കുന്നത്. ചിക്കൻ പൊരിച്ചത് അങ്ങനെ എടുത്ത് കഴിക്കുന്നുണ്ട്, പപ്പായ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നീനുവിന് അവിടെ ചിക്കൻ പൊരിച്ചത് കിട്ടാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ എന്തെങ്കിലും അധികം ചിക്കൻ പൊരിച്ചൊക്കെ ഇപ്പോൾ ഇപ്രാവശ്യമാണെങ്കിൽ എന്താ പറയുക, ഒരുപാട് ദിവസം 10 ദിവസം 12 ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് കേട്ടോ. ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിരുന്നു അവൾക്ക്. അവിടെ എന്നും വർക്ക് ചെയ്ത് പെരുന്നാളിൻ്റെ അന്നൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ ടയേർഡായതുകൊണ്ടും നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് ക്ഷീണമൊക്കെ മാറ്റി എഴുന്നേറ്റ് വന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, പിന്നെ ലഞ്ച് പോലെ ആയിക്കണ്. ലഞ്ചിൻ്റെ സമയത്താണ് അവർ കഴിക്കുന്നത്. ഞാൻ അപ്പോഴേക്കും ഐറൂസിനെയൊക്കെ പിന്നെ എണ്ണ തേച്ചു കുളിപ്പിച്ചു സുന്ദരനാക്കി അവന് ഫുഡൊക്കെ കൊടുക്കുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളിലാണ്. അപ്പോൾ മോളിപ്പോൾ ചായ ഷുഗർ കട്ടായതുകൊണ്ട് ചായ ഇപ്പോൾ ഒഴിവാക്കി. പിന്നെ നീനു ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അവരൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്കൊന്നാ തന്നാളാ, കാരണം ഇപ്പോൾ പുട്ട് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു പുട്ട് തന്നെ മതി, പിന്നെ എനിക്ക് ഉച്ചക്ക് ഇനിയിപ്പോൾ ചോറ് വെക്കണ്ട വെറുതെ. പിന്നെ ആരും നീനു മാത്രമാണ് ഇപ്പോൾ പുട്ടിനെ തിന്നത്, ഇതുമോ. അപ്പോൾ വേറെ ആരും കഴിക്കില്ല. മോൾ എന്തായാലും കഴിയുന്നതും അരിഭക്ഷണം ഒഴിവാക്കലാണ്. എന്തെങ്കിലും ഇപ്പോൾ വൈകുന്നേരം ഓട്സ് കഴിക്കും. അപ്പോൾ ഓട്സ് കഴിക്കുമ്പോൾ പിന്നെ അതെന്തായാലും ഒരു കാർബാണല്ലോ. അപ്പോൾ അത് വിചാരിച്ചിട്ട് രാവിലെ എന്ത് ചെയ്യും, മുട്ട പിന്നെ വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസാണ് രാവിലെ കഴിക്കുക കേട്ടോ. അപ്പം രാവിലെ എന്ന് പറയുമ്പോൾ ഒരു 11-12 ഉള്ളിൽ പിന്നെ അപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ അതിനായിട്ട് എനിക്കായിട്ട് ചോറ് വെക്കണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ നീനും ഇപ്പോഴാണ് തിന്നത് 12 മണിക്ക്, അപ്പോൾ എനിക്കായിട്ട് ഇനി വെക്കണ്ട, പുട്ട് തന്നെ മതി എന്നൊക്കെ പറഞ്ഞു. ഇതും വന്നിട്ടുണ്ട് കേട്ടോ. ഇതും കഴിച്ച് പോയ പ്ലേറ്റാണ് കാണുന്നത്. ഞാൻ പറഞ്ഞത് ഇപ്പോൾ വീഡിയോ എടുക്കാൻ അങ്ങോട്ടും എന്താ അറിയില്ല ഒരു പ്രശ്നം. അപ്പം ഇതൊക്കെ എന്തോ ഭാഗ്യത്തിന് ഞാൻ ഓണാക്കി വെച്ചതായിരുന്നു, അതുകൊണ്ട് കിട്ടി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ വെച്ചു. ഇതുമ്മ വന്നിട്ട് വെള്ള യൂണിഫോം ആയതുകൊണ്ട് തന്നെ യൂണിഫോമൊക്കെ കഴിച്ച് മാറ്റി, പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് വീണ്ടും യൂണിഫോം മാറ്റാതെ ചെയ്യണം കേട്ടോ. വെള്ളം ഇട്ട് കഴിഞ്ഞാൽ വേഗം ഇങ്ങോട്ട് ചളിയാവും. അപ്പോൾ അവളുടെ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ മുട്ടുംകൈയിൻ്റെ അവിടേക്ക് ഈ എഴുതുമ്പോൾ മുട്ടിങ്ങനെ കുത്തിയിട്ട് മുട്ടുംകൈയിൻ്റെ അവിടെ ഇപ്പോൾ ആകെ ഒരാഴ്ച ആയിട്ടുള്ളൂ സ്കൂൾ തുറന്നിട്ട്. മുട്ടുംകൈയിൻ്റെ അവിടെയൊക്കെ കറുത്ത് വരുന്നുണ്ട് വെള്ള ഡ്രസ്സായിട്ട്. അപ്പം ഞാൻ പറഞ്ഞത് സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് വിചാരിക്കുന്നു. കാരണം പിന്നെ എന്തെങ്കിലും ഒരു ഡ്രസ്സ് ഏതെങ്കിലും വാഷ് പൗഡറോ അതിപ്പോൾ സർഫെക്സൽ ഉപയോഗിച്ചപ്പോൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് അടിപൊളിയാണ് കേട്ടോ. നിറം വെക്കുന്നുണ്ട്, നമ്മളെ സാധാ ലിക്വിഡ് ഇട്ട് കലക്കുന്നതിനേക്കാൾ നിറം വെക്കുന്നുണ്ട് ഇപ്പം വെള്ള. അപ്പോൾ പിന്നെ യൂണിഫോം ആയാലും ഇതുമുൻ്റെ ആയാലും നീനുവിൻ്റെ ആയാലും ഒക്കെ കുഴപ്പമില്ല. അപ്പോൾ ഒന്നുകൂടി നിറം വെക്കുന്ന എന്തെങ്കിലും ക്ലോറക്സ് ഒക്കെ ഞാൻ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല കേട്ടോ. അങ്ങനെ അവർ ഫുഡൊക്കെ കഴിച്ചതാണ്. ഇതുമ്മ പോകാണ്ട് ഇതുമ്മ പോകണ കണ്ടപ്പോൾ ഐറൂസും നോളൊഴിച്ചു. ഞാൻ അങ്ങനെ ഓനൊരു ആരെങ്കിലും പുറത്ത് പോകുമ്പോൾ പിന്നെ ഭയങ്കര കരച്ചിലാണല്ലോ. അപ്പോൾ അങ്ങനെ കരഞ്ഞപ്പോൾ എൻ്റെ കെട്ടിയവനും അവനും കൊണ്ട് പോയതാട്ടോ. അപ്പോൾ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചോക്ലേറ്റ് അവന് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതിയിട്ട് ഇതുമൂലം അങ്ങനെ പോയതാണ്. ചോക്ലേറ്റ് കിട്ടിയത് പിന്നെ കുട്ടിക്ക് പിന്നെ ആരും വേണ്ട കേട്ടോ. ഓന് പിന്നെ ഒറ്റയ്ക്ക് പോയി നിൽക്കുക. കാരണം അത് ഞങ്ങളൊക്കെ കടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഓന് അതുകൊണ്ട് ഞങ്ങളെ വെഴുതി അവിടെ ഒറ്റയ്ക്ക് പോയി ഇങ്ങനെ തിന്നേന് കേട്ടോ. തിന്ന് കഴിഞ്ഞുണ്ടോ മുട്ടായിയൊക്കെ മേത്തൊക്കെ ആകിയാണ്, ഷർട്ടിലൊക്കെ ആക്കിക്കണ്. കള്ളച്ചിരി കണ്ട മുട്ടായി തിന്നിങ്ങനെ നടക്കുകയാണ് ചെക്ക. അപ്പം മുട്ടായി കിട്ടിയാൽ പിന്നെ ആരും വേണ്ട. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ എടുത്ത വീഡിയോ കേട്ടോ. അപ്പോൾ ഇത്ര വരെയാണ് ഞാൻ മിനിയാന്ന് എടുത്തത് കേട്ടോ. പിന്നെ എനിക്കറിയില്ല എന്താ ഞാൻ എടുക്കാഞ്ഞതൊന്നും എനിക്കറിയില്ല, എന്തോ വീഡിയോ ഒരു പ്രശ്നം. അപ്പോൾ ഞാൻ പിന്നെ ഒക്കെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് വെച്ച് നോക്കിയപ്പോൾ ഇച്ചിരി ഉള്ളൂ, ഒരു 5-6 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ എനിക്കാകെ ഇതായി. അപ്പോൾ ഞാൻ ഒരുപാട് പണികളൊക്കെ ഉണ്ടാകുമ്പോഴും പാത്രം കഴുകാനൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ കരുതി വേഗം അത് ചെയ്യട്ടെ, നമ്മൾ വീഡിയോ എടുക്കാൻ നോക്കുമ്പോൾ അതൊന്നും നടക്കില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോയതാട്ടോ. പിന്നെ ഇനി പിറ്റേന്നത്തെ വീഡിയോ ആണ് ഉള്ളത്. അപ്പം മോള് പോവാണ്, അവൾ പോകുന്നതൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അതും ഇതേപോലെ തന്നെ കുറച്ചെടുത്തപ്പം അതും അങ്ങോട്ട്
ഒരു ഉച്ചവരെ എടുത്തിട്ടുള്ളൂ. ഉച്ചവരെ തന്നെ എടുത്തിട്ടില്ല, അവർ രാവിലെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര തലവേദന. അപ്പോൾ ഞാൻ പിന്നെ അതും അങ്ങനെ നിർത്തിച്ചു. ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോയും കൂടി ഒന്ന് കാണാം. അങ്ങനെതാ ഈ വീഡിയോ വെള്ളിയാഴ്ചത്തെ വീഡിയോ കേട്ടോ. വെള്ളിയാഴ്ച രാവിലെ ഇപ്പോൾ ഒരു ഏകദേശം 7 മണി 8 മണിക്ക് ആ ഒരു സമയം 7 മണി ആയിട്ടുള്ളൂ. കാരണം എൻ്റെ ഹസ്ബൻഡ് പോകണമെന്നുണ്ടെങ്കിൽ ഏറേരാവും. അപ്പോൾ ഇത് ഇത്ര നേരത്തെ എഴുന്നേറ്റ് എന്താ വെച്ചാൽ മോളൂൻ്റെ ഹസ്ബൻഡ് അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. അവർ എറണാകുളത്ത് പോയിട്ട് മടങ്ങി വരുന്ന വഴിക്ക് അവളെ കൊണ്ടുപോയി. ശരിക്കും ഇന്നലെ രാത്രി പോകേണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് മോളൂൻ്റെ ഹസ്ബൻഡിന് എറണാകുളത്ത് പോകേണ്ട ആവശ്യം വന്നു. അപ്പോൾ അതുകൊണ്ട് അവർ മടങ്ങുന്ന വഴിക്ക് ഇതിൽ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് ഇന്നലെ രാത്രി കൂടി ഇവിടെ നിൽക്കാൻ പറ്റിയിട്ടാ. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ പോയി നേരത്തെ എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറ്റാനും ഇതിനൊക്കെയുള്ള ഒരുക്കാണ്. അപ്പോൾ ഐറൂസിനൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. കുഞ്ഞോടെ മിച്ചിനാര് കുഞ്ഞോടെ മിച്ചിൻ മുത്താരാ മിച്ചിന് ശൊത്താരാ പഞ്ഞ മിച്ചിന് ശൊത്താരാ ആരാ അഴു നീ കൊത്തി അങ്ങനെ ഐറൂസിന് ഞാനിങ്ങനെ ചെറുതായിട്ട് സോപ്പിട്ട് ഇങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. കാരണം ഇത്ര നേരത്തെ അവനെ എഴുന്നേൽക്കലില്ലല്ലോ. അപ്പോൾ എഴുന്നേൽക്കാത്തതുകൊണ്ട് അവനെ ഭയങ്കര ചടപ്പുണ്ട്. അപ്പോൾ അവനെങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. അവനോട് ഇമ്മിച്ചിൻ്റെ ശൊത്താരാന്ന് ചോദിച്ചാൽ അവന് അഴു പറയട്ടോ. അവന് ഐറു എന്ന് പറയാൻ അവനെ നാവ് വാങ്ങൂല, എന്നാലും കിട്ടി അഴു പറയാം. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അത് പറയുമ്പോൾ നമുക്ക് കേൾക്കുമ്പോൾ ഭയങ്കര രസം. അതാണ് ഞാനതിങ്ങനെ ചോദിച്ചത്, അത് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചെന്ന് കേട്ടോ. അപ്പോൾ സമയം ഇതാ 8 മണിയൊക്കെ ആകണോ, ഒരു 8:15 ആകുമ്പോൾ ഇവിടെ എത്തും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഐറൂനൊന്ന് റെഡിയാക്കി എടുക്കണം. അവന് പാല് കൊടുക്കണം, താൽക്കാലികമായിട്ടുള്ള വിശക്കണതിനുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കൊടുക്കാമെന്ന് കരുതി ഒക്കെ പാക്ക് ചെയ്ത് ഒക്കെ അലക്കിയൊക്കെ വെച്ചിട്ടുള്ളതൊക്കെ എടുത്ത് മടക്കി വെച്ചപ്പോഴേക്കും മോളുൻ്റെ ഹസ്ബൻഡ് വന്നു കേട്ടോ. അപ്പോൾ ഐറൂനെ മേലൊക്കെ കേകി സുന്ദരകുട്ടപ്പനാക്കി കുപ്പായൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു കുപ്പി പാല് കൊടുത്തിട്ടുണ്ട്. രാവിലെ ഒന്നും കഴിക്കൂല കേട്ടോ. രാവിലെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വരകി കൊടുക്കാന്ന് കരുതാൽ ഒന്നും കഴിക്കൂല. അപ്പോൾ പാലൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ മോളും ഒക്കെ ഒന്ന് ജസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അവളിത് അത്യാവശ്യം എനിക്ക് ഇന്ന് ഈ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോൾ നല്ല മെലിഞ്ഞ പോലെ തോന്നിയിട്ടോ. പണ്ടത്തെ ആ ഒരു മുഖമൊക്കെ പോലെ തോന്നി. കാരണം ആ സ്കൂളിൽ പഠിക്കുന്ന ആ ഒരു മുഖമൊക്കെ ഇട്ട് വന്നു കേട്ടോ എനിക്ക് കണ്ടപ്പോൾ. അപ്പോൾ ഇങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോൾ കൂടുതൽ മെലിഞ്ഞ പോലെയൊക്കെ തോന്നി. അപ്പോൾ അവൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. ഈ ഡ്രസ്സ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതാട്ടോ, ഈ ഒരു ടോപ്പ്. അപ്പോൾ അതിലേക്ക് ബ്ലാക്ക് പാൻറ്റൊക്കെ ഇട്ട് വന്നപ്പോൾ ഒന്നും കൂട്ടിയിട്ട് ഒതുങ്ങി നല്ല ഭംഗിയായിട്ട് സുന്ദരിക്കുട്ടിയായി വരുന്നത്. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കോ, നമുക്ക് വെയിറ്റ് നല്ല 60 വരെ ആക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ലോണം ഒക്കെ മോട്ടിവേഷൻ കൊടുത്ത് പറഞ്ഞേക്കാം കേട്ടോ. അവളപ്പച്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അവിടെ ജീപ്പുണ്ട്. അവളെ ഹസ്ബൻഡ് ബാഗും ഒക്കെ, ഹസ്ബൻഡിൻ്റെ കൂടെ 2-3 ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. എറണാകുളത്ത് പോയപ്പോലൊക്കെ ഉണ്ടായതേനെ. അപ്പോൾ കുട്ടി ഐറൂസ് ഓലപ്പോൾ പോയി. പിന്നെ അവളെ ബാഗും ലഗേജും കാര്യങ്ങളൊക്കെ അതും അവളെ ഹസ്ബൻഡ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ മോളും ഒറ്റയ്ക്ക് ലാസ്റ്റിങ്ങ് പോയത്. അവിടെ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുമ്മോനോട് പറഞ്ഞു, ഒപ്പിച്ചില്ലാഞ്ഞിട്ട് മോളിങ്ങനെ ഒറ്റയ്ക്ക് പോകണം കണ്ടപ്പോൾ ഒരു ഇടങ്ങേറ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതുമ്മോജി ഒന്ന് പോയി നോക്കി, അവിടെ അവൾ പോയിട്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. അങ്ങനെ ഓള് പോയി നോക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ പോയതിൻ്റെ ശേഷം ഇതുമ്മ തിരിച്ചു വന്ന് പിന്നെ അവൾ ഡ്രസ്സൊക്കെ മാറ്റി യൂണിഫോമൊക്കെ മാറ്റി സ്കൂളിലേക്ക് പോവാണ്ട്. അപ്പോൾ ഇന്നെന്താ വെച്ചാൽ എനിക്ക് തീരെ രാവിലെ എഴുന്നേറ്റപ്പോലെ ഭയങ്കര ഒരു തലക്ക്, ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നു രാത്രിയൊക്കെ. അപ്പോൾ തലവേദന പനിയിട്ടില്ലാണോ, അപ്പോൾ ഗുളികറ്റ് കുടിക്കാൻ മാത്രം തലവേദനയില്ല, ഒരു മന്ദപ്പ് പോലെ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, രാവിലെ വേഗം അമ്മതേക്ക് വിളിച്ചിട്ട് ഓർഡർ ചെയ്തു. പിന്നെ പൊറാട്ടയും നൂൽപുട്ടാണ്. രാവിലെ ഇനിയിപ്പോൾ ഐറൂസിന് നൂൽപുട്ട് കൊടുക്കാതെ നൂൽപുട്ടും പൊറാട്ടയും കൊണ്ടുവച്ചു. അതിലേക്കൊരു കറിയും വാങ്ങിയിട്ട് അത് എത്തിയിട്ടുണ്ട്. അതൊക്കെ കഴിച്ചാണ് ഇതുമ്മ പോണത് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ജസ്റ്റ് വീഡിയോ എടുക്കണം എന്നൊക്കെ എഴുതിയിട്ട് പിന്നെ എടുത്തിട്ടില്ല. ഈ പോക്ക് എടുത്തിട്ട് പിന്നെ ഞാൻ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പം എന്താ പറയുക, പിന്നെ ഉച്ചക്കായപ്പോൾ അധികം എനിക്ക് തീരെ വയ്യാനായി. പിന്നെ ഉച്ചക്ക് പള്ളിക്ക് മൂപ്പര് പള്ളിയിൽ പോവുകയും ചെയ്തു. ഒക്കെ കൂടെ എനിക്ക് പിന്നെ നീനുട്ടിക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഉച്ചക്ക് മന്തി ഓർഡർ ചെയ്തിട്ട്. അങ്ങനെ ഇന്നലെ ഫുള്ള് പുറത്തത്തെ ഫുഡായിരുന്നു. ഇത് രാവിലത്തെ ഫുഡാണ് ഈ കാണിക്കുന്നത്. ഉച്ചക്കത്തെ മന്തിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, ഞാൻ പറഞ്ഞില്ലേ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോ അടിപൊളിയാക്കി എടുക്കണം, ഒന്ന് നല്ലൊരു ഡെയിലി റൊട്ടീൻ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ വെയിറ്റൊക്കെ നോക്കിയിട്ട് അടിപൊളിയായിട്ട് വരാം. എല്ലാവരും വെയിറ്റ് ചോദിക്കുന്നുണ്ട്, എന്തായാലും ഒന്ന് പറയാം, നാളെ നോക്കാം കേട്ടോ.